രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നിൽ. സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുടെ എണ്ണത്തിലെ വർധനവ് തെളിയിക്കുന്നത്. സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളിലും കേരളം ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണെന്നും റിപ്പോർട്ട് പറയുന്നു. 2021-22 കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ 41%. ദേശീയ ശരാശരി 28.4%. കേരളത്തിൽ 9 വർഷത്തിനിടെ 18.9% വർദ്ധിച്ചപ്പോൾ ദേശീയ തലത്തിൽ വളർച്ച 7% മാത്രം. 2012-13 സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം 25.8%. 2021-22 ഇത് 49% വർദ്ധിച്ചു. ദേശീയ ശരാശരിയിൽ ഈ കാലയളവിലുണ്ടായ വർധന 4.7% മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആൺകുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് 15.6% വർദ്ധിച്ച് 34.1 ആയപ്പോൾ ദേശീയ ശരാശരി 5.6% മാത്രം വർദ്ധിച്ച് 28.3 എത്തിയത്. കേരളത്തിൽ പട്ടികവർഗക്കാരിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർ 2016-17 15.4%. ഈ കാലയളവിലെ ദേശീയ ശരാശരി 18.3. കേരളം പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി നടത്തിയ വിവിധ ഇടപെടലുകളിലൂടെ 2021-22 ഇത് 28.9% വർദ്ധിച്ചു. ഈ കാലയളവിൽ ദേശീയ ശരാശരിയിൽ 2.9% മാത്രമാണ് വർധനവുണ്ടായത്. പട്ടികജാതി വിഭാഗത്തിൽ കേരളത്തിൽ 28.3% പേർ ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ ദേശീയ ശരാശരി 25.9% മാത്രം. പട്ടികജാതി പെൺകുട്ടികളുടെ കാര്യത്തിൽ കേരളത്തിൽ 36.8%, ദേശീയ ശരാശരി വെറും 26%. പട്ടികവർഗ പെൺകുട്ടികളിൽ കേരളത്തിൽ 33.8%, ദേശീയ തലത്തിൽ 20.9%. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേസമയം നാക് അക്രഡിറ്റേഷനുകളിലും NIRF റാങ്കിങ്ങിലും കുതിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 405 കോടി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. PM ഉഷ പദ്ധതി കീഴിലുള്ള സമഗ്ര ധനസഹായ പാക്കേജിലാണ് പണം ലഭ്യമാക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.